ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഈ പച്ചരി വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ഇന്നലെ രാത്രി തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ പച്ചരിയെല്ലാം നന്നായി കഴുകി ഊറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു സ്പൂണോളം ചോറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പും അതിൻ്റെ അരീൻ്റെ മുകളിൽ നിൽക്കുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അത് അരച്ചിട്ട് വരണം. നന്നായിട്ട് അരയണം, നല്ല പേസ്റ്റായി അരഞ്ഞിട്ട് വരണം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കൊരു കറിയും കൂടി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു 2-3 തക്കാളി, സവാള, ഒരു 2 പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല, തക്കാളിയിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതപ്പം ഞാൻ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതാ ആ സമയം കൊണ്ട് നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതാ കണ്ട മാവ് നന്നായി അരഞ്ഞിട്ടുണ്ട്, നല്ല പേസ്റ്റായി അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ആ മിക്സീൻ്റെ ജാറിലോട്ട് തന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവ് നല്ല ലൂസായിരിക്കണം, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. നമ്മളെ നീർദോശേൻ്റെ എല്ലാം ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ നന്നായി ലൂസാക്കി എടുത്തിട്ടുണ്ട് കണ്ട, ഈ ഒരു പരുവത്തിനിരിക്കണം മാവ്. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട്, ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിലാണ് ദോശ ചുട്ടെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേസമയം ഇരുമ്പ് ചട്ടിയുടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അപ്പം എണ്ണ തൂത്ത് ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പം നോൺ സ്റ്റിക്കിലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തത്. തവയിലോട്ടാക്കിയാൽ ചിലപ്പോൾ കട്ട പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതായി നമുക്ക് പെട്ടെന്ന് ദോശ ചുട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, തവ നല്ല ചൂട് വേണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം എടുക്കാം കേട്ടോ. ഇതാ സൈഡിൽ നിന്നെല്ലാം വിട്ട് വരാൻ തുടങ്ങുമ്പോൾ പതുക്കെ എടുത്താൽ മതി. തിരിച്ചിടാം കേട്ടോ. ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ടെടുത്താൽ ആ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഞാനിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ദോശയായിരിക്കും, നമ്മൾ നീർദോശ പോലെ തന്നെ ഇരിക്കും കേട്ടോ. പക്ഷേ തേങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല, തേങ്ങാപ്പാലോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പച്ചരിയും ചോറും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ദോശ. അപ്പോൾ ഇതുപോലെ ദോശ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, സൂപ്പർ ടേസ്റ്റ്. നമ്മൾ പത്തിരീൻ്റെ എല്ലാം ഒരു ഇതിൽ പെടുത്താൻ പറ്റിയൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുക്കാം. അപ്പം ഞാൻ ബാക്കിയുള്ള ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. കറി നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കറി റെഡിയായി, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായ നല്ല സൂപ്പർ ദോശയാണ്. അതിൻ്റെ കൂടെ തക്കാളിക്കറി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണ് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നാളെ കാണാം. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.